ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോയാൽ കോന്നി കല്ലേലിയിൽ ഞാൻ പറഞ്ഞതുപോലെ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. പോളിംഗ് ബൂത്തിന് സമീപം കാട്ടാന എത്തി. ഇന്ന് പുലർച്ചെ ആന എത്തുകയായിരുന്നു. 6 ജീവനക്കാർ ആ സമയത്ത് പോളിംഗ് ബൂത്തിലുണ്ടായിരുന്നു. പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ച് കാട്ടാനയെ തുരത്തി. സമീപത്തെ കൃഷിയൊക്കെ കാട്ടാന നശിപ്പിച്ചിട്ടുമുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, ഈ വന്യമൃഗശല്യം, കാട്ടാന ആക്രമണമൊക്കെ ഇത്തവണ മലയോര മേഖലയിൽ തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നതാണ്. ഇതാ ഇപ്പോൾ വോട്ടെടുപ്പിനും രക്ഷയില്ല എന്ന നിലയ്ക്കാണ് കാട്ടാന ഇറങ്ങിയത്. പക്ഷേ ആർക്കും ആളപായമൊന്നുമില്ല എന്നത് ആശ്വാസകരമാണല്ലേ? വിനീത, കോന്നി കല്ലേലി എന്നുള്ളത് എപ്പോഴും വന്യജീവി ആക്രമണമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലം ഈ പോളിംഗ് ബൂത്ത് ആയി ഉപയോഗിച്ച ജോർജ് ജോസഫ് മെമ്മോറിയൽ സ്കൂൾ കല്ലേലി, അവിടെ ഇതിനു മുമ്പും കാട്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ വളരെ ഭയന്നാണ് അവിടേക്ക് അധ്യയനത്തിനായി എത്തുന്നത്. സ്കൂളിന് സമീപമുള്ള കൃഷിയിടത്തിലൊക്കെ അടുത്തിടെ കാട്ടാൻ ഇറങ്ങുകയും അവിടെ കൃഷി വ്യാപകമായി നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീതിയിൽ കൂടി കഴിയുന്ന ഒരു പ്രദേശമാണ് കല്ലേലി. ഇന്നിപ്പോൾ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഈ പോളിംഗ് ബൂത്തിന് സമീപം കാട്ടാന എത്തിയത്. ആ സമയം അവിടെ 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ ആ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നു, ജീവനക്കാർ ഉണ്ടായിരുന്നു. അവർ ഭയന്ന് പോയി. പുറത്തുനിന്ന് വന്ന ആളുകളാണ്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി എത്തിയവരാണ്. പക്ഷേ പ്രദേശവാസികൾ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി. ഏറെ സമയം ശ്രമിച്ചിട്ടാണ് പടക്കമൊക്കെ പൊട്ടിച്ച് ആ സ്കൂളിൻ്റെ പരിസരത്ത് നിന്നും പോളിംഗ് ബൂത്തിൻ്റെ സമീപത്ത് നിന്നും കാട്ടാനയെ തുരത്തി. ഏതായാലും ഇപ്പോൾ പോളിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കാട്ടാന ഭീതി അത് വോട്ടർമാരെ സംബന്ധിച്ചായാലും ജീവനക്കാരെ സംബന്ധിച്ചായാലും ഒരു ഭീതി തന്നെയാണ്. വിനീത, ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.